ഇത് ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ച് ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ഡിവൈസും ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. പ്രത്യേകിച്ച് ഈ ഒരു അക്വേറിയം ഹോബിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിഷ് ടാങ്കുകളിൽ അല്ലെങ്കിൽ അക്വേറിയങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും, അത് എയറേറ്റർ ആയിക്കോട്ടെ, ഇനി ഫിൽട്രേഷന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന സബ്മേഴ്സിബിൾ പമ്പുകളായിക്കോട്ടെ, ലൈറ്റ്, അതുപോലെ ഹീറ്റർ, പിന്നെ ഔട്ട്ഡോർ ടാങ്കുകളിലാണെങ്കിൽ ഇതേപോലെ തന്നെ എയറേഷൻ, ഫിൽട്രേഷൻ ഫൗണ്ടൻ, അതുപോലെ തന്നെ നമ്മൾ അക്വാപോണിക്സ് എന്ന് പറഞ്ഞ സിസ്റ്റം അല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സ്, ഇതിലൊക്കെ ഈ ഒരു ടൈമർ സ്വിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അക്വാപോണിക്സിലും ഹൈഡ്രോപോണിക്സിലൊക്കെ നിങ്ങൾക്കറിയാം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാറില്ല, ബ്രേക്ക് കൊടുത്താണ് വർക്ക് ചെയ്യുന്നത്. മെജോറിറ്റി ആൾക്കാരും അക്വാപോണിക്സിലും ഹൈഡ്രോപോണിക്സിലും ടൈമർ സ്വിച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതുകൂടാതെ നേരത്തെ പറഞ്ഞ ഫിഷ് ടാങ്കുകളിലും അക്വേറിയങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓൺ ഓഫ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു അക്വേറിയം ഹോബിയിൽ യൂസ് ചെയ്യുന്ന ഡിവൈസുകൾക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് മാനുഫാക്ചർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല. പല ആൾക്കാരും ഈ ഒരു സ്വിച്ച് ജനറൽ പർപ്പസുകൾക്കായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് സ്ട്രീറ്റ് ലൈറ്റുകൾ, ഗേറ്റിൻ്റെ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ലൈറ്റ്, വീടിൻ്റെ ഫ്രണ്ടിലുള്ള ലൈറ്റ്, പിന്നെ വാട്ടർ ഹീറ്റർ, AC, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി വളരെ ക്വിക്കായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറയാം. ഇത് 30 ആംപെയറിൻ്റെ ഒരു സ്വിച്ചാണ്. ലൈറ്റ് ലോഡുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. അതായത് ചെറിയ വാട്ടേജിൽ വരുന്ന ഡിവൈസുകൾ, അതായത് 100 വാട്ട് 200 വാട്ട് വരെയുള്ളതൊക്കെ. അതിൽ കൂടുതൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഹെവി ലോഡുകളൊക്കെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് AC അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ പോലുള്ള സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പല സ്ഥലങ്ങളിലും അവർ എഴുതിയിരിക്കുന്നത്. ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഹോബിയിൽ നമുക്കറിയാം ഡിവൈസുകളെല്ലാം അത്ര ഹെവി ആയിട്ടുള്ള ലോഡുകളൊന്നുമല്ല. എയറേറ്റർ ആണെന്നുണ്ടെങ്കിലും സബ്മേഴ്സിബിൾ പമ്പുകളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലൈറ്റ് ആണെങ്കിലും ഹീറ്റർ ആണെന്നുണ്ടെങ്കിലും അത്തരം സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് ലൈറ്റ് ലോഡുകളാണ്. സബ്മേഴ്സിബിൾ പമ്പുകളാണെന്നുണ്ടെങ്കിലും മാക്സിമം വരുന്നത് 200 വാട്ട് വരെയൊക്കെയാണ്. അതുകൊണ്ട് ഈ ഒരു ഹോബിയിൽ ഇതിലേക്ക് ഹെവി ലോഡുകളൊന്നും കണക്ട് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്നവർ ഇത്തരം ഹെവി ലോഡുകൾക്ക് കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഇത് യൂസ് ചെയ്യുക. ഇതിനകത്ത് ക്ലോക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഓൺ ഓഫ് സെറ്റ് ചെയ്യാണ് വേണ്ടത്. ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് സെറ്റ് ചെയ്യാനായിട്ട് 16 പ്രോഗ്രാംസ് അവർ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഓൺ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ബ്രേക്ക് കൊടുത്ത് ഓൺ ഓഫ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആഴ്ചയിൽ എത്ര ദിവസം വേണോ ആ ദിവസങ്ങളെല്ലാം നമുക്ക് ചൂസ് ചെയ്യാം. ഓൾട്ടർനേറ്റീവായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ലിങ്ക് നമ്മുടെ ചാനൽ ബയോയിൽ ലിങ്ക്ട്രീ ലിങ്കിന് കീഴിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് എന്ന് പറയുന്നത് ഫ്രോണ്ടിയർ എന്നാണ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്ട്രീ ലിങ്കിന് കീഴിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല നമ്മുടെ ഏതെങ്കിലും ലോങ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താലും ഈ ലിങ്ക് കിട്ടും. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കോയിൻ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. CR2032 എന്ന് പറയുന്ന മോഡലാണ്. നമ്മൾ കാറിൻ്റെ കീഴിലൊക്കെ യൂസ് ചെയ്യുന്ന മോഡലാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോകുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത പ്രോഗ്രാം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ബാക്ക് സൈഡ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേ ഉണ്ട്. ആ ട്രേയിലാണ് ഈ ഒരു ബാറ്ററി ഇടുന്നത്. ഈ ബാറ്ററിയുടെ ലിങ്കും നമ്മൾ ബയോയിൽ കൊടുത്തിട്ടുണ്ട്.